ഭക്ഷണം എന്താണ്? ചമ്മന്തി, മീൻ പൊരിച്ചത്, ഇത് നമ്മുടെ പച്ചക്ക ഇരിക്കുവരട്ടിയത്, തോരൻ കണക്കാക്കിയത്, അങ്ങനെ മീൻ പൊരിച്ചതുകൊണ്ട് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതും കൂട്ടി കഴിക്കുകയാണ്. ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ മീനും കൂടെ കൊണ്ട് പിച്ചി ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ഒരു ഉള്ളിയും കൂടെ വെച്ച് പിന്നെ അങ്ങ് നമ്മൾ വാഴി അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ഇങ്ങനെ വാ തുറന്നു തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാരി കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ നേർച്ചു ആണ്ടേ അങ്ങനെ ഒരാളെ കൊണ്ട് രാവിലെ തൊട്ടേ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് വാരി കൊടുക്കുന്നത്. ജിമ്മിന് പോയി ഞാൻ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് കാലിന് ചെറിയൊരു വേദനയാണ് കൊണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ അപ്പം കാല് എടുത്ത് വെക്കാൻ വയ്യാതെ മറിഞ്ഞു പോകുന്ന ഒരാൾ. അങ്ങനെ ഇന്ന് ഷിഫ്റ്റിന് പോയില്ല. ഇനി ഞാൻ വാരി കൊടുക്കണം. വാരി കൊടുത്തില്ലെങ്കിൽ അവിടെ പിടിച്ചോണ്ട് കൈ ഏൽപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. സത്യമായിട്ട് വയ്യ എനിക്ക്. രാവിലെ ഞാൻ മടുത്ത്. രാവിലെ ഷിഫ്റ്റിന് പോകാനായിട്ട് എഴുന്നേച്ച് എനിക്കല്ല ആക്സിഡൻറ്റിന് ശേഷം നടക്കാൻ പറ്റാത്ത സെയിം ആയിട്ട് ഒന്ന് പിച്ച വെച്ച് എഴുന്നേക്കാൻ കൂടി പറ്റുന്നില്ല. ഒടിഞ്ഞ് മൂത്രം വയ്ക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പണ്ടാറ് തുടങ്ങി. ഉള്ളൂ. ഇനി നമുക്ക് ചോറ് കഴിക്കാം. എനിക്കും വിശക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ടാണ് എനിക്ക് കഴിക്കാൻ. അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. കറിയൊന്നും ഉണ്ടാക്കാൻ ക്ഷമയില്ലായിരുന്നു. പപ്പടം ഇനി വേണ്ട, എനിക്കിത് മതി. അങ്ങനെ 8 മണിക്കാണ് ഷിഫ്റ്റ്. രാവിലെ പിന്നെ കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത്, കഞ്ഞിയും പേരും പപ്പടവും കൂടെ ഇട്ട് കൊടുത്തു. 8 മണിക്കായിരുന്നു ഷിഫ്റ്റ്. ഷിഫ്റ്റിന് പോകാനായിട്ട് തന്നെ റെഡിയായല്ല. ഷിഫ്റ്റിന് പോകാനായിട്ട് എഴുന്നേച്ചു. പക്ഷേ എഴുന്നേക്കാൻ കൂടി പറ്റുന്നില്ല. എഴുന്നേച്ച് കാല് വെക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അടുത്തുള്ള മേശയെ പിടിച്ചിട്ട് പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. അമ്മാരി വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പോ ഡെഡ്. അങ്ങനെ കുറച്ചു നേരം കട്ടിലേ കിടന്നു. എന്നിട്ട് പിന്നെ അവിടെ തന്നെ കിടത്തി പിന്നെ പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി. പഴയ ആക്സിഡന്റ് കണക്കത്തെ സംഭവം തന്നെ. ഉളുക്കി പിടിച്ചതെങ്ങാണ്ട, എന്തോ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ. ഉളുക്കി പിടിച്ചതെങ്ങാണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തടവി ഐസ് വെച്ച് ചൂട് വെച്ച് ഒന്നും പറ്റിയില്ല. പിന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഉറക്കം കൂടെ പോയി കിട്ടി. സന്തോഷമായി. അവസാനം ഇവിടെ ദേഹത്ത് കയറിയിരുന്ന് മറ്റേ സ്പടിക സിനിമയിൽ കണക്ക് ദേഹത്ത് കയറിയിരുന്ന് സ്പടികം സിനിമയിൽ കണക്ക് തടവി ഉടച്ചു. പിന്നെ നമ്മളൊരു കൂട്ടുകാരുണ്ട് ജിമ്മിലുള്ള, പുള്ളിയും കുറേ ടിപ്സ് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഐസും ചൂടും എല്ലാം വെച്ച് ദേഹത്ത് കയറി തടവി തിമിർത്ത്. പക്ഷെ എന്നാലും മാറിയില്ല. കുറവുണ്ട്. പക്ഷെ ഇപ്പം വേദന കുറവുണ്ട്. നാളെയും ഷിഫ്റ്റിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭാഗ്യത്തിന് ഇവിടെ ഗ്രൂപ്പുണ്ട് നമ്മളെ ജോലി ചെയ്യുന്ന. ആ ഗ്രൂപ്പിലിട്ടപ്പോഴത്തേക്കിനും ഒരു പുള്ളി നാളെ എനിക്ക് പകരം വർക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പുള്ളി ആ ഷിഫ്റ്റ് ഏറ്റെടുത്തോളൂ. അല്ലാതെ നാളെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് അനങ്ങാൻ പോലും വയ്യ. ഞാനിപ്പോൾ കട്ടിലേന്ന് നിന്ന് ഇവിടെ തന്നെ പിടിച്ച് താങ്ങി എടുത്ത് ഇവിടെ കൊണ്ടിരുത്തേ നടക്കാൻ വയ്യ ഒറ്റയ്ക്ക്. ഷിഫ്റ്റിന് പോയായിരുന്നെങ്കിൽ ഡെഡ് ആയല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ട് ഷിഫ്റ്റ് ചെയ്ത് സിക്ക് വിളിച്ചിട്ടില്ല. എന്തൊക്കെ പറ്റിയാലും എന്തൊക്കെ ക്ഷീണിച്ചാലും ആരോട് വർക്ക് ചെയ്യണം ഷിഫ്റ്റിന്. പക്ഷെ ഇന്ന് പോയായിരുന്നെങ്കിൽ കൺഫേം ഇല്ലേ.
ഇങ്ങനെ വരുന്ന കൺഫേം ഇട്ടായന്. അങ്ങനെ പുള്ളി വേണ്ട, അങ്ങനെ പുള്ളി ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വാരി തന്നോണ്ടിരിക്കുന്നു. രാവിലെ കഞ്ഞിയും പേറുമായിരുന്നു. കഞ്ഞിയും പേറും പപ്പടം ആക്കി കൊടുത്തു. അങ്ങനെ ഇന്നൊരു റെസ്റ്റ് ഡേ ആണ്. പുള്ളി റെസ്റ്റ് കിടക്കണം. ഇനി എന്നിട്ട് തണുപ്പ് വെക്കണോ ചൂട് വെക്കണോ? ഓക്കെ ഗൈസ്, റൂമിലോട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ് പുള്ളിയുടെ സപ്പോർട്ട് കൂടി. എനിക്ക് നീ മറ്റേ ഫോൺ തറയല്ല, എഴുന്നേക്കാൻ പറ്റത്തില്ല. ഇയാളെ ഈ ഫോൺ താഴെ മാറ്റി. അയ്യോ, കട്ടി പിന്നെ എടുക്കാം. അപ്പാ ഒറ്റയടുപ്പിലാണ് എനിക്ക്. ഒറ്റയടുപ്പ് നീ ആ ഫോൺ മാറ്റി വെച്ചേ. അങ്ങനെ നോക്കല്ലേ, അങ്ങനെ നോക്കല്ലേ. അയ്യോ, സമയം കേറാമൊക്കെ പഠിച്ചെടുത്ത് കൊള്ളാൻ എല്ലാത്തിനും എടുത്ത് തയ്യാറി. നീ അടങ്ങടി ഒന്ന്, ഞാൻ പയ്യെ നോക്കട്ടെന്ന്. അങ്ങനെ കിടക്ക്. എങ്ങനെ എഴുന്നേക്കുന്നു? ചരിഞ്ഞെനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ നോക്കല്ലേ. അങ്ങനെ എനിക്ക് എന്റെ ദൈവമേ, അടങ്ങട എടിയാള് പാട ഇങ്ങോട്ട്. അമ്മനെ വിളിക്കണം. ഫോൺ വെച്ചോണ്ട് നടക്കും. പയ്യെ പയ്യെ വാ. ഫോൺ വല്ലതും കയ്യിൽ തറ വീഴും. നിന്നെ ഈ കൈ ഞാൻ തറയിലോട്ട് അങ്ങിടും. പലവട്ടം താഴെ എന്റെ ഒരു അവസ്ഥ നോക്കണേ. ഒരു ദിവസം കിട്ടിയപ്പോഴത്തേക്കും പിടിക്കാൻ പറ്റുന്നില്ല. ഫോൺ മാറ്റി വെക്കണ. അങ്ങനെ നമ്മൾ പോയി മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഒരു ഫ്രണ്ട് കൊണ്ടുപോയി എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങൾ പോയില്ല, ഫ്രണ്ട് വിളിച്ചോണ്ടുപോയി. ഞാൻ പോയി മരുന്ന് കൂടെ പോയിട്ട് മരുന്നാളാ ഇതാ മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന്. ഇത് പെയിൻ റിലീഫിന്റെ മരുന്നാണ്. പാരസിറ്റമോൾ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. പാരസിറ്റമോൾ കഴിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഗൂഗിൾ ചെയ്തുകൊണ്ട് നോക്കണമെന്ന് പാരസിറ്റമോൾ കണ്ടിട്ടുണ്ടോ ഇല്ലാത്തൊന്നും. നമ്മളെ നാട്ടിലാണൊക്കെ വേദന ഏതൊക്കെ വന്ന ആശുപത്രിയിലൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ടാസ്ക് ആണ്ട് ഇത്രയും ഗുളിയുണ്ട്. ഇതവിടെ ഒന്നുകൂടെ ഗൂഗിൾ ചെയ്ത് നോക്കണം അതിനകത്ത് പാരസിറ്റമോൾ കണ്ടന്റുണ്ടോന്ന്. അല്ലാതെ അവിടെ വെച്ച് നോക്കിയപ്പം അങ്ങനത്തെ കണ്ടന്റൊന്നും കാണിച്ചില്ല. ഇനി ഒന്നുകൂടെ ഗൂഗിൾ ചെയ്ത് നോക്കണമെന്ന്. ഇതാണ് മരുന്ന്, ഇതിന് കഴിക്കണം. ഇത് നമ്മളെ ജിമ്മിലുള്ളൊരു ഫ്രണ്ട് പറഞ്ഞു മേടിക്കാൻ പെയിൻ റിലീഫിനായിട്ട്. അങ്ങനെ അത് മേടിച്ചത്. അങ്ങനെ വളരെ ഒരു ഉപകാരമായി. ഇന്ന് എല്ലാവർക്കും ഷിഫ്റ്റ് ഉണ്ടായേണ്ട ആരുമില്ല. അതുകൊണ്ട് നൈറ്റ് വർക്ക് ചെയ്യുന്ന നമ്മളൊരു ചെക്കൻ വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് അങ്ങനെ മെഡിസിൻ വാങ്ങിക്കൊണ്ടുവന്നു. ഇനി ഇത് സാപ്പിട്ടിട്ട് റെസ്റ്റ് എടുക്കണം. ഇങ്ങനെ ഇവിടെ ഇവളെന്നെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് കൊണ്ടിട്ട് അങ്ങനെ കട്ടിലേക്ക് കിടക്കും.